ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഏറ്റവും ആദ്യം ഹ്യൂമൻ ക്യാപിറ്റലിനെ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നത്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഹെൽത്ത് കണ്ടീഷനൊക്കെ നൽകുമ്പോൾ നല്ല രീതിയിലാകുമ്പോൾ ഹ്യൂമൻ ബീയിങ് എന്തായി മാറുന്നു? ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നു. ദെൻ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ദെൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറുകളിൽ എത്രത്തോളം പെർഫോമൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലും മനുഷ്യമൂലധനവും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശകലനം ചെയ്യുക. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും കൂടി ഉപകാരമായിട്ടുള്ള രീതിയിലാണ് ഞാനതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ, അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത്. ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്തിനാകുന്നത്? എക്കണോമിക് ഗ്രോത്ത് മീൻസ് ദാറ്റ് ഇൻക്രീസ് ദ റിയൽ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് അവർ കൺട്രി ഓർ ഇൻക്രീസ് ദ റിയൽ GDP ഓഫ് എ കൺട്രി. ഈ GDPയിലേക്ക് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലഭിച്ചവരും എഡ്യൂക്കേഷൻ ലഭിക്കാത്തവരോടൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇനി അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ലഭിച്ച ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലും എഡ്യൂക്കേഷൻ ലഭിക്കാത്ത ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ GDPയിലേക്ക് കുറവുമാണ്. അതേപോലെ തന്നെ ജോബ് ട്രെയിനിങ്, നല്ല ഹെൽത്ത് കണ്ടീഷൻ, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ തുടങ്ങിയവ എക്കണോമിക് ഗ്രോത്തിൽ വരുന്നതിന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അപ്പോൾ ഇതിൽ വരുന്നത് എക്കണോമിക് ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ദ റിയൽ നാഷണൽ ഇൻകം ഓഫ് അവർ കൺട്രി പേഴ്സണേക്കാൾ കൂടുതലായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ മാത്രമല്ല ജോബ് ട്രെയിനിങ് ഒക്കെ ലഭിക്കുമ്പോൾ നമ്മുടെ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വരുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ വളർത്തിയെടുക്കാൻ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നതോടുകൂടി ലഭിക്കുന്നു എന്നുള്ള കാര്യം ഉൾക്കൊള്ളിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ്. പോയിൻ്റ് ഔട്ട് എനി ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. പോയിന്റുകൾ നോക്കാം. ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ ഗുഡ് എഡ്യൂക്കേഷൻ ലഭിക്കുന്നു, ഗുഡ് ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ജോബ് ട്രെയിനിങ് നൽകുന്നു, നല്ല ജോലി സാധ്യതകളെക്കുറിച്ചും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയകളെക്കുറിച്ചും ഒക്കെ ഇൻഫർമേഷൻ നൽകുന്നതോടുകൂടി ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലായി മാറുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് അത് കാരണമാകുന്നു. നല്ല എഡ്യൂക്കേഷനും നല്ല ഹെൽത്ത് ഫെസിലിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ കാരണം കൊണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നതോടുകൂടി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യ വികസനം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വരുത്തുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി എഴുതേണ്ടതാണ്. ദെൻ the concept of human capital is relatively more important in labor surplus economies like India. To make human capital formation possible, the government has to address some areas, identify these areas, analyze the relationship between human capital formation and economic growth. നമ്മൾ നേരത്തെ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തതാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹ്യൂമൻ ക്യാപിറ്റൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങുമായിട്ടുള്ള ഗ്രോത്ത് നടത്തണം. ആ ഗ്രോത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ ചില സെർട്ടൻ ഏരിയാസിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെർട്ടൻ ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ മേഖലയിലാണ്. എഡ്യൂക്കേഷൻ മേഖലയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ ഗുഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലും, ദെൻ ജോബ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ട്രെയിനിങ് നൽകേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ജോബുമായിട്ടോ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് ലേബറേഴ്സിന് നൽകേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മേഖലകൾ, ഇപ്പോൾ ഉദാഹരണം ഏതൊക്കെയാണ് ആ മേഖല? എഡ്യൂക്കേഷൻ, health, job training,
ദെൻ ഇൻഫർമേഷൻ മൈഗ്രേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മേഖലകൾ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ കൽപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനതിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ അർത്ഥമാക്കുന്നത്. ഫ്രം ഡിസ്കഷൻ, അഷ്ന കളക്റ്റഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് പ്രസന്റ് ഇന്ത്യ. മാർച്ച് 2017 ക്വസ്റ്റ്യൻ ആണ്. Infant mortality rate 45, life expectancy 66.4, then overall literacy level 74.04. Then compare them with the British period and comment. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ലൈഫ് എക്സ്പെക്ടൻസി റേറ്റും ദെൻ ഓവറോൾ ലിറ്ററസി റേറ്റും ഒക്കെ അർച്ചന ഒരു ഡിസ്കഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് പീരിയഡിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ലൈഫ് എക്സ്പെക്ടൻസിയും അതേപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഒക്കെ എത്രയാണ് എന്നുള്ളത് നോക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 1000 to 18 ആണ്. ദെൻ ലൈഫ് എക്സ്പെക്ടൻസി 32 years ആണ്. ദെൻ ഓവറോൾ ലിറ്ററസി ലെവൽ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരിയഡ് ഓൺലി 16%, ലെസ് ദാൻ 16% ആയിരുന്നു. അപ്പോൾ പ്രസന്റ് ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 45, ലൈഫ് എക്സ്പെക്ടൻസി 66.4, ദെൻ ഓവറോൾ ലിറ്ററസി റേറ്റ് 74.04. ദെൻ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരിയഡിലോ 2018 ആണ്, 218 ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി 32 years and overall literacy rate less than 16%. Then express your view in the following aspect with a reference to the present human capital formation in India. Education for all. Then അതേപോലെ തന്നെ gender equality, higher education. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് സ്റ്റിൽ എ ഡ്രീം. ഏതാണ്? എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളത് ഇപ്പോഴും എന്താണ്? സ്റ്റിൽ എ ഡ്രീമാണ്. ദെൻ സെക്കൻഡ്, ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി എന്താണ്? നമ്മൾ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബെറ്റർ ദാൻ ബിഫോർ, പണ്ടത്തേനേക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ്. ദെൻ ദ തേർഡ് വൺ, ഹയർ എഡ്യൂക്കേഷൻ. എ ഫ്യൂ ടേക്ക് ദ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ പോകുന്നില്ല, കുറച്ച് ആൾക്കാർ ഇപ്പോഴും പോകുന്നുള്ളൂ എന്നുള്ള പ്രസന്റ് ഇൻഫർമേഷൻ ഇതിൽ നൽകി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 മേജർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ എ കൺട്രി. നമുക്കറിയാം സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, ഇൻഫോർമേഷൻ, മൈഗ്രേഷൻ തുടങ്ങിയവയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഏതൊക്കെ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ മേഖലയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഹെൽത്ത് മേഖലയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ മൈഗ്രേഷൻ, ഇൻഫർമേഷൻ തുടങ്ങിയവയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്. നെയിം ദ 2 മേജർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ എ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while explaining the importance of education, your teacher says school dropout are giving way to the child labor. Discuss how this a loss to the human capital. ഇത് മാർച്ച് 2014 വന്നിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. While explaining the importance of education, your class teacher or teacher says that school dropout are giving way to the child labor. സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ആകുന്നത്, കൊഴിഞ്ഞു പോക്ക് എന്തിലേക്ക് കാരണമാകുന്നു? ചൈൽഡ് ലേബറിലേക്ക് കാരണമാകുന്നു. അപ്പോൾ ആയതുകൊണ്ട് ഹൗ ദിസ് ഈസ് എ ലോസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, എങ്ങനെയാണ് ഇത് ലോസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആകുന്നത്? നിങ്ങൾക്കറിയാം ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഗിവിംഗ് ദ ഗുഡ് എഡ്യൂക്കേഷൻ, giving the good health facilities and giving the good job training, then also the information and migration. അല്ലേ, മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താ? the person searching one place, അല്ലേ, the people goes to one place to another place for searching the job. നല്ലൊരു ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ പോകുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പല രീതിയിലുള്ള മൈഗ്രേഷൻ ഉണ്ട് അല്ലെ. എംപ്ലോയ്മെൻറ്റിന് ജോലി അന്വേഷിച്ചിട്ട് മൈഗ്രേഷൻ ചെയ്യാം, ഏതെങ്കിലും പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് മൈഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടിക്കൊണ്ട്
അവരുടെ സ്കില്ലും അതേപോലെ തന്നെ എഡ്യൂക്കേഷനും അനുസരിച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് മൈഗ്രേഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വളരെ നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യം സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്താ ചൈൽഡ് ലേബറിലേക്ക് കാരണമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കൂൾ ഡ്രോപ്പ് ഔട്ടിന് വേണ്ടി, അല്ലെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്പെൻഡ് ലോട്ട് ഓഫ് എമൗണ്ട് ഫോർ ദ പ്രൈമറി എഡ്യൂക്കേഷൻ ഓർ എലിമെന്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം പണം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ജോലി അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കാത്ത കുട്ടികൾ ഏതിലേക്ക് പോകുന്നു, അവർ മറ്റ് ജോലിയിലേക്ക്, ചൈൽഡ് ലേബർ എന്ന് പറയുന്ന മേഖലയിലേക്ക് പോകാൻ കാരണമാകുന്നു എന്നുള്ളതും കൂടി ആൻസറിൽ എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give the names of two government organizations that regulate health and education sector in India. മാർച്ച് 2013 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ പേരുകൾ പറയുക, ഇതിന്റെ ഹെൽത്തുമായിട്ടും എഡ്യൂക്കേഷനും സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് NCERT, UGC ആണ്. NCERTയും UGCയും ഒക്കെ എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതും, ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടത് ICMR അല്ലേ, നമ്മുടെ ആരോഗ്യ മേഖലകളെ നിയന്ത്രിക്കുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു സെക്ടറാണ് ICMR എന്ന് പറയുന്നത്. Then next question, you have been included in a committee of experts to suggest measures to transform vast human resource of a country into human capital. What may be your suggestion? 2011 മാർച്ചിലെ മെയിൻ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. മലയാളം നോക്കാം. മനുഷ്യവിഭവത്തെ മനുഷ്യ മൂലധനമായി മാറ്റുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിനായിട്ടുള്ള വിദഗ്ധരുടെ കമ്മിറ്റിയിലെ അംഗമാണ് നിങ്ങളെന്ന് കരുതുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരിക്കും? അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളെയും അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്യുക? ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ജനങ്ങൾ വരണം. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലേബർ ഫോഴ്സ് ഉള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിൽ നിങ്ങൾ വന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒക്കെ എൻകറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നിർദ്ദേശിക്കും? ഹെൽത്ത് അല്ലേ, എഡ്യൂക്കേഷൻ മേഖലയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ജനങ്ങൾക്ക് നൽകുന്നതിനും, അതേപോലെ തന്നെ ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റി, ഹെൽത്ത് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും, അതേപോലെ തന്നെ ജോബ് ട്രെയിനിങ് അല്ലേ, ക്വാളിറ്റി ഓഫ് ജോബ് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ടും, സ്കിൽ വളരെ നമ്മുടെ രാജ്യത്ത് പല സ്കില്ലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ആ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും അതിൻ്റെ അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് നൽകുന്ന സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ നടത്തുന്നതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, expenditure on education has been increasing during 1950 to 2010. It has not been the uniform on all levels of education. Is it true? Discuss. മലയാളം നോക്കാം. മാർച്ച് 2010 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിദ്യാഭ്യാസ ചെലവിൽ 1952 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഓരോ മേഖലയിലും ഇത് ഒരേ രീതിയിലായിരുന്നില്ല എന്നത് ശരിയാണോ? ചർച്ച ചെയ്യുക. ആൻസർ നോക്കാം. യെസ്, ഇറ്റ് ഈസ് ട്രൂ. അതിൽ തന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ഗോയിങ് ഓൺ ഇൻക്രീസിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഏരിയ ആണ്. The expenditure on education was 0.64% of GDP in 1952. 1952 ജി ഡി പിയിൽ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി എക്സ്പെൻഡിച്ചർ ചെയ്ത് 0.64% ആയിരുന്നു. എന്നാൽ അതിന്ന് 2002 4.02% എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. Throughout this period, the increase in the education expenditure has not been uniform and there has been irregular rise and fall. അല്ലേ, പലപ്പോഴും ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്ന് താഴ്ന്ന രീതിയിലായിരുന്നു.
എലമെന്ററി എഡ്യൂക്കേഷൻസിന് അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൂടുതൽ പണം ചിലവഴിക്കുന്നതിന് ചിലവ് കൂടുതലും, എന്നാൽ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറിന്റെ ഷെയർ വളരെ കുറവുമായിരുന്നു എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ഹെവി എക്സ്പെൻഡിച്ചറാണ്. എഡ്യൂക്കേഷൻ മേഖലയിൽ ഹെവി എക്സ്പെൻഡിച്ചർ എന്ന് പാരൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ നല്ല എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നൽകിയെങ്കിൽ മാത്രമേ അവരുടെ അവരുടെ കയ്യിലുള്ള ഹ്യൂമൻ ബീങ് ടോപ്പായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമൻ ക്യാപിറ്റലായി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മാറ്റിയെങ്കിൽ മാത്രമേ വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ബെറ്റർ ക്യാപിറ്റലായിട്ട് മാറ്റാൻ ഹ്യൂമൻ ബീയിങ്ങിന് കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്ര എഡ്യൂക്കേഷന് വേണ്ടി കൂടുതൽ പൈസ ചെലവഴിക്കുന്നത്. Then next question, in your views, it is essential for government to regulate the fee structure in education and healthcare institution. Give reason, support of your answer. എഡ്യൂക്കേഷനും ഹെൽത്ത് മേഖലയിലും ഇന്ന് വളരെ ഭാരിച്ച ചെലവുകളാണ്. ഇത് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണോ എന്നുള്ളതാണ് അല്ലേ? യെസ്, അനിവാര്യമാണ്. എന്താ കാരണം? നമുക്കിതിലെ ഓരോ കാരണങ്ങൾ നോക്കാം. ഹൈ ഫീസ് ക്രിയേറ്റ് ഇന്നിക്വാലിറ്റി. കൂടുതൽ ഫീസ് ചുമത്തുന്നത് ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതേപോലെ തന്നെ ഇറ്റ് കർട്ടൈൽ ദ ഹ്യൂമൻ റൈറ്റ്സ്. യഥാർത്ഥത്തിൽ വളരെ ഉയർന്ന രീതിയിലുള്ള ഫീസ്, നോർമൽ ഫീസല്ല, ഒരു ഉയർന്ന രീതിയിൽ കൊള്ള ചെയ്യുന്ന രീതിയിലുള്ള ഫീസുകൾ പലപ്പോഴും ഹ്യൂമൻ റൈറ്റിന് എതിരാണ്. അതിന് ലംഘനമായിട്ടുള്ള കർട്ടൈലിംഗ് ദ ഹ്യൂമൻ റൈറ്റ്സ്. ദെൻ പുവർ കനോട്ട് അഫോർഡ് ഹൈ ഫീസ്. പലപ്പോഴും ധാരാളം പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ പിന്നെ വിദ്യാഭ്യാസം ചെയ്യുവാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് മാറുകയും സൊസൈറ്റിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ കൂടുകയും, അല്ലെങ്കിൽ ബാക്ക്വേർഡ് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ 2019 മുതൽ 2010 വരെയുള്ള 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, മെയിനായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഒന്നുകൂടി പറയാം. ഹ്യൂമൻ ക്യാപിറ്റൽ, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നന്നായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഗുഡ് പ്രോസ്പെക്ടസ് ഇൻ ഇന്ത്യ. അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. അതിൽ എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ കൊടുക്കുക. എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ എന്തെല്ലാം ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തുടങ്ങിയതെല്ലാം പോയിന്റുകളിൽ നൽകുക. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.